ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3-ലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് റെക്കറൻസ് റിലേഷൻ. റെക്കറൻസ് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീക്വൻസിലാണ് നമ്മൾ പറയുക. റെക്കറൻസ് റിലേഷൻ പ്രീവിയസ് ടേമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പറയുന്ന റിലേഷനാണ് നമ്മളെന്ത് പറയുക, റെക്കറൻസ് റിലേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് ഇക്വേഷൻ എന്ന് പറയാം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. 5, 15, 45, 135 എന്ന് പറഞ്ഞ ഒരു സീക്വൻസ്. അതിന് നമുക്കൊരു റിലേഷൻ്റെ ഫോമിലേക്ക് മാറ്റണം, അതായത് പ്രീവിയസ് ടേമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. ഈ എ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എലമെൻ്റ് ആണല്ലോ നമ്മൾ എ നോട്ട് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എ നോട്ട് എത്രയാണ്? 5. ഫസ്റ്റ് എലമെൻറ്റ് 5. ഇനി സെക്കൻഡ് എലമെൻറ്റ് നമുക്ക് A1 എന്ന് പറയാമല്ലോ. A1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണ്. 5നോട് എന്ത് ചെയ്താലാണ് നമുക്ക് 15 കിട്ടുക? അതായത് 3 മൾട്ടിപ്ലൈ ചെയ്താലല്ലേ നമുക്ക് 15 കിട്ടുക. അപ്പോൾ എ നോട്ടിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് 15 കിട്ടുക. അതാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ എഴുതിയത്. ഓക്കെ ആണോ? അപ്പോൾ എ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. A1 കിട്ടണമെങ്കിൽ എ നോട്ടിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 3 × 5 ആണ് എന്ത് 15. ഇനി A2 കിട്ടണമെങ്കിലോ, അതായത് 45 എന്ന് പറഞ്ഞ ടേം കിട്ടണമെങ്കിലോ തൊട്ട മുന്നിലെ ടേം ഇത് A1. A1 15 ആണ്. അപ്പോൾ 15 ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് A1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് കിട്ടുക? A2 കിട്ടുക. ഇനി A3 കിട്ടണമെങ്കിലോ 135 കിട്ടണമെങ്കിലോ 135ൻ്റെ തൊട്ട് മുന്നുള്ള ടേം 45 ആ 45നെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 135 കിട്ടുക. ഇനിയിപ്പോൾ A4 കണ്ടുപിടിക്കണമെങ്കിലോ A3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതുമ്പോൾ ജനറലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഈ A എന്ന് പറഞ്ഞാൽ nth ടേം കണ്ടുപിടിക്കണമെങ്കിൽ nth ടേമിൻ്റെ തൊട്ട് മുന്നുള്ള ടേമിന് നമ്മൾ എന്താ പറയുക? An-1 എന്ന് പറയാം. അപ്പോൾ An-1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് കിട്ടുക? An കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞൂടെ? എങ്ങനെ പറയാം? An+1ന് An+1 കിട്ടണമെങ്കിൽ An+1ന് തൊട്ട് പിന്നിലുള്ള ടൈം ഏതാ? An അല്ലേ. അപ്പോൾ Anനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? എല്ലാ ടേമുകളും കിട്ടും. എന്നിന് ഏത് വാല്യൂസ് കൊടുത്താലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് An+1ൻ്റെ ടേമിലാണ് എഴുതിയത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുത്തെ ജനറൽ റെക്കറൻസ് റിലേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? പ്രീവിയസ് ടേമിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു സീക്വൻസ്, അതിനാണ് നമ്മളെന്ത് പറയുക? റെക്കറൻസ് റിലേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത് എന്ത് പറയാം? ഓർഡർ ഓഫ് റെക്കറൻസ് റിലേഷൻ. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് സബ്സ്ക്രിപ്റ്റ് അപ്പിയറിങ് ഇൻ ദ റിലേഷൻ. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൻ്റെ അകത്ത് An-3An-1 + 2An-2 എന്ന് പറഞ്ഞൊരു റെക്കറൻസ് റിലേഷൻ നമ്മളിവിടെ എഴുതി. ഇതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എൻ്റെ ഈ താഴെ എഴുതുന്ന ടേമിനാണ് നമ്മൾ എന്ത് പറയുക? സബ്സ്ക്രിപ്റ്റ് എന്ന്. ഇതിൽ ഏറ്റവും വലിയ സബ്സ്ക്രിപ്റ്റ് ആരാ? N അല്ലേ. ഇനി ഏറ്റവും സ്മോളസ്റ്റോ? N-2. N നിന്ന് N-2 സബ്ട്രാക്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ഓർഡർ. അപ്പോൾ Nൽ നിന്ന് N-2 സബ്ട്രാക്റ്റ് ചെയ്യുക. ഈ മൈനസ് ഉള്ളോട്ടെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ N-N + 2 എന്ന് വരും. -Nഉം +Nഉം കട്ട് ചെയ്ത് പോയാൽ 2 ആയിരിക്കും നമ്മളെ ഓർഡർ. അപ്പോൾ ക്ലിയർ ആണല്ലോ? ഇനി ഈ സെക്കൻഡ് എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. സെക്കൻഡ് എക്സാമ്പിൾ എന്താണ്? An² = 1 - An-1² ലാർജസ്റ്റ് സബ്സ്ക്രിപ്റ്റിൻ്റെ അകത്ത് നിന്ന് സ്മോളസ്റ്റ് സബ്സ്ക്രിപ്റ്റ് കുറയ്ക്കാം. ഈ സ്ക്വയറൊക്കെ വന്ന് നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മളിവിടുത്തെ ലാർജസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഏതാ? N ആണ് നമ്മളെ ലാർജസ്റ്റ് സബ്സ്ക്രിപ്റ്റ്. N-1 ആണ് എന്ത്? സ്മോളസ്റ്റ് സബ്സ്ക്രിപ്റ്റ്. അപ്പോൾ Nൽ നിന്ന് N-1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 1 ആണ് എന്ത് ആൻസറായിട്ട് കിട്ടുക. അപ്പോൾ ഓർഡർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിഗ്രി ഓഫ് റെക്കറൻസ് റിലേഷൻ. ഡിഗ്രി ഒക്കെ നമ്മൾ പഠിച്ചല്ലേ. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നടാ? ഹയസ്റ്റ് പവർ ഓഫ് Anനാണ് നമ്മളെന്ന് പറയുക ഡിഗ്രി ഓഫ് റെക്കറൻസ് റിലേഷൻ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. Anൻ്റെ ഹയസ്റ്റ് പവർ ഏതാ? പവർ എന്ന് പറഞ്ഞാൽ മേലെ ഉള്ളത് അല്ലേ, ⁴ അല്ലേ. അപ്പോൾ 4 ആയിരിക്കും എന്ത് ഇവിടുത്തെ ഡിഗ്രി. ഇനി ഇവിടുത്തെ ഓർഡർ എത്രയായിരിക്കും? ലാർജസ്റ്റ് സബ്സ്ക്രിപ്റ്റിൻ്റെ അകത്ത് നിന്ന് സ്മോളസ്റ്റ് കുറയ്ക്കാം. ലാർജസ്റ്റ് ആരാ ഇവിടെ? Nൽ നിന്ന് ആരെയാണ് കുറയ്ക്കേണ്ടേ? സ്മോളസ്റ്റ് N-3. അപ്പോൾ Nൽ നിന്ന് N-3 പോയാൽ എത്ര ബാക്കി ഉണ്ടാവുക? 3 അല്ലേ. അപ്പോൾ ഓർഡർ എത്രയായിരിക്കും? 3. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് ഇനി ആണ് മെയിനായിട്ട് നമ്മൾ പ്രോബ്ലത്തിലോട്ട് വരുന്നത്. നമുക്ക് 4 കേസാണ് ഇവിടെ ഉള്ളത് മെയിനായിട്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ. അതായത് ഫസ്റ്റ് ഓർഡർ
ഹോമോജീനിയസ്. ആദ്യം നമുക്ക് ഹോമോജീനിയസിൻ്റെ കേസ് പഠിക്കാം, അതിനുശേഷം നോൺ ഹോമോജീനിയസിൻ്റെ കേസ് പഠിക്കാം. ദെൻ സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജീനിയസ്. അപ്പോൾ ഇവിടെ നോക്കുക, ബിഫോർ ദാറ്റ് നമുക്ക് ആദ്യം നോക്കേണ്ടത് ലീനിയർ റെക്കറൻസ് റിലേഷൻ എന്താണെന്ന് നോക്കണം. അപ്പോൾ ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിഗ്രി 1 ആയിട്ടുള്ള റെക്കറൻസ് റിലേഷനാണ് നമ്മൾ എന്ത് പറയുക? ലീനിയർ റെക്കറൻസ് റിലേഷൻ. ഡിഗ്രി 1 എന്ന് പറഞ്ഞാൽ എന്താ? മേലെ ഇപ്പോൾ an raised to 2 അല്ലെങ്കിൽ an² an³ അങ്ങനെയൊന്നും വരില്ല. എന്നുള്ള ടേം മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഡിഗ്രി 1 ആയിട്ടുള്ള റെക്കറൻസ് റിലേഷനാണ് നമ്മൾ എന്ത് പറയുക? ലീനിയർ റെക്കറൻസ് റിലേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി അതിലാദ്യം നമുക്ക് ഫസ്റ്റ് ഓർഡർ ലീനിയർ റെക്കറൻസ് റിലേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ്. ഫസ്റ്റ് ഓർഡർ ലീനിയർ റെക്കറൻസ് റിലേഷൻ്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an+1 + CAN = f(n) എന്ന് പറഞ്ഞ ഫോർമാറ്റിലായിരിക്കും. അതായത് ഈ സബ്സ്ക്രിപ്റ്റിൻ്റെ അടിയിൽ +1 അല്ലെങ്കിൽ -1 1 വരെ ഉണ്ടാവും. 1 വരെ ഉണ്ടാവും, അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ മക്കളെ. അപ്പോൾ 1 വരെ വരികയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ റെക്കറൻസ് റിലേഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കുക, ഇവിടെ =f(n) എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? ഈ =f(n)നെ ബേസ് ചെയ്തിട്ടാണ്, f(n)ൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹോമോജീനിയസ് നോൺ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ 2 കേസായിട്ട് പറയാം. ഇപ്പോൾ =ന് ശേഷം ഇപ്പോൾ 0 ആണെങ്കിൽ, അതായത് =ന് ശേഷം 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ തന്നിരിക്കുന്ന റിലേഷൻ ഒരു ഹോമോജീനിയസ് റിലേഷൻ ആണെന്ന് പറയാം. ഇനി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിലോ, അതായത് ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ടേമോ ഒരു നമ്പറോ ആ ഒരു രീതിയിലാണ് വന്നതെങ്കിൽ നമുക്കതിനെന്ത് പറയാം? നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ. അപ്പോൾ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? =ന് ശേഷം 0 വരികയാണെങ്കിൽ ഹോമോജീനിയസ്, =ന് ശേഷം നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ ഒരു ടേമോ ഒരു നമ്പറോ ആ ഒരു രീതിയിൽ വരികയാണെങ്കിൽ അതെന്താണ്? നോൺ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഫസ്റ്റ് ഓർഡർ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ഓർഡർ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജനറലായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്ക്രിപ്റ്റിൻ്റെ അടിയിൽ n+1 അല്ലെങ്കിൽ n-1, അപ്പോൾ ആ 1 വരെ വരാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എഴുതാണ് an-3an-1. ഇത് ഫസ്റ്റ് ഓർഡർ ആണോ? നോക്കിയേ, സബ്സ്ക്രിപ്റ്റിൻ്റെ അടിയിൽ ആരൊക്കെയോ വരുന്നത്? സബ്സ്ക്രിപ്റ്റിൻ്റെ അടിയിൽ n-ഉം n-1 വരുന്നത്, അതായത് 1 വരെയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അത് ഫസ്റ്റ് ഓർഡർ ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഹോമോജീനിയസ് ആണെങ്കിലോ, =0 വരികയാണെങ്കിൽ ഹോമോജീനിയസ്, ഇനി =ന് ശേഷം ഒരു നമ്പറോ ഫംഗ്ഷനോ വരികയാണെങ്കിൽ അത് നോൺ ഹോമോജീനിയസ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. സൊല്യൂഷന് കുറച്ച് ഇക്വേഷൻ ഉണ്ട്, അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ നോക്കിയേ, ഫസ്റ്റ് ഓർഡർ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ്റെ ജനറൽ ആയിട്ടുള്ള സൊല്യൂഷൻ്റെ ഫോമാണ് an = AD⁻n. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഹോമോജീനിയസിൻ്റെ ജനറൽ സൊല്യൂഷൻ്റെ ഫോമാണ് an = AD⁻n. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി നമ്മളിവിടെ ഈ a0-നെയാണ് നമ്മൾ a ആയിട്ട് എടുക്കുക, അതായത് ഫസ്റ്റ് കണ്ടീഷൻ, ഇനീഷ്യൽ കണ്ടീഷനെ നമുക്ക് ക്യാപിറ്റൽ എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി പ്രോബ്ലം ചെയ്താലോ? അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ യുണീക്ക് സൊല്യൂഷൻ ഓഫ് ദി ഫോളോയിങ് റെക്കറൻസ് റിലേഷൻ 6an - 7an - 1 = 0, n > or 1, a3 = 343. അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്താണ്? ഫസ്റ്റ് ഓർഡർ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ചോദിച്ചത്. ഫസ്റ്റ് ഓർഡർ ആണെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായേ? അടിയിൽ നോക്കിയേ, an അതുവരെയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അത് ഫസ്റ്റ് ഓർഡർ ആണ്. =0 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹോമോജീനിയസ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ ആണെന്ന് മനസ്സിലായി. എടാ, ഫസ്റ്റ് ഓർഡർ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ്റെ സൊല്യൂഷൻ്റെ ഫോം എന്താ? an = AD⁻n. ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് an = AD⁻n എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 6an പകരം 6anൻ്റെ സ്ഥാനത്ത് AD⁻n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -7 × an-1 പകരം AD⁻n - 1 = 0.
ഇനി കോമൺ ആയിട്ട് എന്ത് ചെയ്യുക, ആരൊക്കെയാണുള്ളത് അയാളെ പുറത്തെടുക്കുക. ആരെവിടെ കോമൺ ആയിട്ടുള്ളത്? എ രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഡി റേസ് ടു എൻ ഉണ്ട്, ഡി റേസ് ടു എൻ മൈനസ് വൺ ഉണ്ട്. ഇതിലേത് ഏറ്റവും ചെറുത്? ഡി റേസ് ടു എൻ ആണോ ഡി റേസ് ടു എൻ മൈനസ് വൺ ആണോ? ഡി റേസ് ടു എൻ മൈനസ് വൺ. അതായത് നമുക്ക് ഡി റേസ് ടു എന്നിന് ഏത് ഫോമിൽ എഴുതാം? ഡി റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഡി റേസ് ടു വൺ. ഓക്കെ ആണല്ലോ. അപ്പോൾ എ ഡി റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡി റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഡി റേസ് ടു വൺ. അതിൻ്റെ അന്ന് ഞാൻ ഡി റേസ് ടു എൻ മൈനസ് വണ്ണിനെ പുറത്തെടുത്തു. അപ്പോൾ രണ്ടെന്നും എന്ത് ചെയ്യുക, കോമൺ ആയിട്ടുള്ള ആൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എടാ ഡി റേസ് ടു എന്നിൻ്റെ എന്ന് പറഞ്ഞാൽ ഡി റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഡി റേസ് ടു വണ്ണാണ്. ഈ എൻ മൈനസ് വണ്ണിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി അവിടെ ഡി അല്ലേ ഉണ്ടാവുക, പിന്നെ കൂടെ ഒരു 6 ഉണ്ട്. അപ്പോൾ 6d മൈനസ് 7 ഈക്വൽ ടു 0. ഇനി 6d മൈനസ് 7 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 6d ഈക്വൽ ടു 7, d ഈക്വൽ ടു 7/6. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് സൊല്യൂഷൻ്റെ ഫോം എന്തറിയാം? എ എൻ ഈക്വൽ ടു എ ഡി റേസ് ടു എൻ. ഡി നമ്മൾ കണ്ടുപിടിച്ച് 7/6 ഹോൾ റേസ് ടു എൻ, അത് നമ്മൾ എഴുതി. എ ഇൻറ്റു 7/6 ഹോൾ റേസ് ടു എൻ എഴുതി. ഇനി എന്നിൻ്റെ സ്ഥാനത്ത് എന്താ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇവിടെ 3 ആണ്. അതായത് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്, ഫസ്റ്റ് കണ്ടീഷൻ. അതെന്തിനാ കണ്ടീഷൻ തന്നെ? എ കണ്ടുപിടിക്കാനാണ് നമുക്ക് ആ കണ്ടീഷൻ തന്നെ. അപ്പോൾ ഒരാളെ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു കണ്ടീഷനേ തരൂ, അങ്ങനെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് A3 ഈക്വൽ ടു 343 എന്ന് പറഞ്ഞ് ആ ഒരു കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. A3 ഈക്വൽ ടു 343 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 3 ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത്, അതായത് ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് എന്നിന് പകരമൊക്കെ എന്ത് ചെയ്യുക, 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ ഇവിടെ വരിക? A3 ഈക്വൽ ടു എ ഇൻറ്റു 7/6 ഹോൾ ക്യൂബ് അല്ലേ? A3ൻ്റെ വാല്യൂ എത്രയാണ്? 343. അപ്പോൾ 343 ഈക്വൽ ടു എ ഇൻറ്റു 7/6 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? 7 ക്യൂബ് ബൈ 6 ക്യൂബ്. ഓക്കെ ആണല്ലോ. ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ എന്ത് കിട്ടി നമുക്ക്? 216 കിട്ടി. ഇനി ആ സൊല്യൂഷൻ്റെ കേസിൽ എ മാത്രമല്ലേ നമുക്ക് അറിയാത്തുള്ളായിരുന്നു. ആ എൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 216 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് നമുക്ക് സൊല്യൂഷൻ എന്ത് കിട്ടി? എ എൻ ഈക്വൽ ടു 216 ഇൻറ്റു 7/6 ഹോൾ റേസ് ടു എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഹോമോജീനിയസ് റെക്കറൻസ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ ആണോ? ഇനി ഇവിടെ നോക്കാൻ ഒരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് നമുക്ക് ചെക്ക് ചെയ്യാം. സോൾവ് എന്ന് പറഞ്ഞിട്ട് എ എൻ ഈക്വൽ ടു 7an-1, A2 ഈക്വൽ ടു 98. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, എ എൻ ഈക്വൽ ടു 7an-1 എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് അറിയില്ല ഇത് ഫസ്റ്റ് ഓർഡർ ആണോ ഇനി സെക്കൻഡ് ഓർഡർ ആണോ ഹോമോജീനിയസ് ആണോ നോൺ ഹോമോജീനിയസ് ആണോ ഒന്നും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിനൊന്ന് അറേഞ്ച് ചെയ്യാം. എങ്ങനെ അറേഞ്ച് ചെയ്യാം? എന്നിൻ്റെ അടുത്തോട്ട് ഈ 7an-1 ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈക്വൽ ടുവിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ എന്തേ മാറും? പ്ലസ് 7an-1 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തേ മാറും? മൈനസ് 7an-1 ആകും. ഈക്വൽ ടുവിന് ശേഷം എന്തായിരിക്കും വരിക? 0 അല്ലേ? അപ്പോൾ ഇതെന്താ വരുന്നത്? ഇത് ഫസ്റ്റ് ഓർഡർ ഹോമോജീനസ്. ഫസ്റ്റ് ഓർഡർ ആണെന്ന് എങ്ങനെ മനസ്സിലായി? താഴെ n-1 വരെയുള്ളൂ, പിന്നെ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഹോമോജീനസ്. ഇനി ഫസ്റ്റ് ഓർഡർ ഹോമോജീനസിൻ്റെ സൊല്യൂഷൻ്റെ ഫോം എന്താ? സൊല്യൂഷൻ്റെ ഫോം എന്താടാ? എ എൻ ഈക്വൽ ടു എ ഡി റേസ് ടു എൻ. ഇതാണ് നമ്മൾ സൊല്യൂഷൻ്റെ ഫോം. ഇതെന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ എന്നിന് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? എ ഡി റേസ് ടു എൻ മൈനസ് 7 ഇൻറ്റു ഇനി an-1 പകരമോ എ ഡി റേസ് ടു n-1 ഈക്വൽ ടു 0. രണ്ടിലും കോമൺ ആയിട്ടുള്ള ആരൊക്കെയാണ്? എ ഉണ്ട്, പിന്നെ ഡി റേസ് ടു എൻ ആണോ ഡി റേസ് ടു n-1 ആണോ ചെറുത്? ഡി റേസ് ടു n-1 അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഡി റേസ് ടു n-1. ബാക്കി ബ്രാക്കറ്റിനുള്ളിൽ എന്തൊക്കെയാണ് വരിക? ഡി റേസ് ടു എന്ന് പറഞ്ഞാൽ അതിന് n-1ൻ്റെ ടേമിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡി റേസ് ടു n-1 ഇൻറ്റു ഡി റേസ് ടു 1 എഴുതാം. ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? ഡി ഉണ്ടായിരിക്കും, മൈനസ് 7 ഉണ്ടായിരിക്കും, ഈക്വൽ ടു 0. ഇതിൻ്റെ അത് നമുക്ക് എന്ത് എഴുതാം? ഡി മൈനസ് 7 ഈക്വൽ ടു 0 എന്ന് പറയാം. ഡി മൈനസ് 7 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഡി ഈക്വൽ ടു 7. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഡീൻ്റെ വാല്യൂ കിട്ടി. ഇനി സൊല്യൂഷൻ്റെ അകത്ത് സൊല്യൂഷൻ്റെ ഫോം എന്താണ്? എ എൻ ഈക്വൽ ടു എ ഡി റേസ് ടു എൻ. ഡിൻ്റെ പകരം എന്ത് കൊടുക്കുക? 7 റേസ് ടു എൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ സൊല്യൂഷൻ്റെ ഫോം വരിക. ഇപ്പുറത്തേക്ക് എഴുതാം. സൊല്യൂഷൻ്റെ ഫോം എന്താണ്?
എ എൻ ഈക്വൽ ടു എ ഡി റേസ് ടു എന്നിന് പകരം 7 റേസ് ടു n കിട്ടാം. പക്ഷേ ഇത്രയും കഴിഞ്ഞാൽ സൊല്യൂഷൻ ആയോ? ഇവിടെ എ കണ്ടുപിടിക്കണ്ടേ? എ ഫൈൻഡ് ചെയ്യാനാണ് നമുക്ക് നെക്സ്റ്റ്. അപ്പോൾ എ ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇനി എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ A2 ഈക്വൽ ടു 98 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ A2 ഈക്വൽ ടു 98 കണ്ടുപിടിക്കണമെങ്കിൽ നെക്സ്റ്റ് പേജ് എടുക്കാം. A2 ഈക്വൽ ടു 98 ആണ് നമുക്കറിയാം. നമുക്ക് ഇതുവരെ കിട്ടിയ കണ്ടീഷൻ എന്താ? AN ഈക്വൽ ടു A ഇൻറ്റു 7 റേസ് ടു n. ഇതാണ് നമ്മളെ സൊല്യൂഷൻ. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് ആരാണ് അവിടെ ഉള്ളത്? 2 അല്ലേ? അപ്പോൾ ഇവിടെ എന്നിന് പകരം എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. അപ്പോൾ A2 ഈക്വൽ ടു A ഇൻറ്റു 7 റേസ് ടു എന്നിൻ്റെ സ്ഥാനത്തൊക്കെ 2 ആ. A ഇൻറ്റു 7 സ്ക്വയർ. A2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 98. അപ്പോൾ 98 ഈക്വൽ ടു A ഇൻറ്റു 7 സ്ക്വയറോ? 49. അപ്പോൾ ഇതിൻ്റെ അന്ന് A കണ്ടുപിടിച്ചൂടെ? A എങ്ങനെ കണ്ടുപിടിക്കാം? A ഈക്വൽ ടു 98 ഡിവൈഡഡ് ബൈ 49. 98/49 എത്രയാടാ? 2 അല്ലേ? അപ്പോൾ ലാസ്റ്റ് നമുക്ക് എൻ്റെ വാല്യൂ കിട്ടി. ഇനി ലാസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതാം? AN ഈക്വൽ ടു എൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 2. ഇനി ഡി റേസ് ടു എന്നിന് പകരം 7 റേസ് ടു n. ഇതായിരിക്കും നമ്മളെ സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഇങ്ങനെ ഏതൊരു ടൈപ്പ് വന്നാലും ഫസ്റ്റ് ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ ആദ്യം ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ഓർഡറിൻ്റെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക, നമുക്കൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി മക്കളെ, താങ്ക് യു.